കാരണം ഇത്രയും ഡെവലപ്മെൻറ്റ് നടന്ന് വേറെ ഒരു കാലമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ തുടർച്ച ഇനിയും ഉണ്ടാവണമെങ്കിൽ ഇടതു മുന്നണി എന്ന ഭരണത്തിൽ BJP ആണെന്നാണ് പറയുന്നത്. സ്ഥാനാർത്ഥികൾ ആരായിരുന്നാലും ഇടത് തന്നെ ജയിക്കും. തുടർ ഭരണമായിട്ട് വരുമ്പോൾ സംടൈം റൂളിംഗ് നമുക്ക് അഡോൾഫ് ഹിറ്റ്ലറെ പോലെയോ മുസോളിനെ പോലെയോ കേരളം ഭരിക്കണമെങ്കിൽ BJP ആണ് നല്ലത്. സാധാരണക്കാർക്ക് ഇപ്പോൾ ജീവിക്കണതിനൊന്നും വേറെ പ്രശ്നങ്ങളില്ല. കാലകാലങ്ങളിൽ വന്ന മാറ്റങ്ങളിനെ ആര് വന്നാലും മാറിക്കൊണ്ടിരിക്കും. കേരളം ഇനി തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്കാണ് പോകുന്നത്. എല്ലാ വർഷത്തെ പോലെയും അല്ല, ഇത്തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കം കുറച്ച് ദിവസമേ ഉള്ളൂ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്നത്. കാരണം തീരുമാനമൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നിലേക്ക്. എല്ലാവരും പ്രചരണ ചൂടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. എല്ലാ പാർട്ടിക്കാരും അവരുടെ സ്ഥാനാർത്ഥികളെയൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ എന്ത് പറയാനായിട്ട് അവരുടെ ആധിപത്യം ഉറപ്പിക്കുകയാണോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എന്തായാലും കരുത്തന്മാരായ സ്ഥാനാർത്ഥികളാണ് ഇത്തവണ നമ്മുടെ എന്ത് പറയാനായിട്ട് തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നത്. എല്ലാം ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് വരുന്ന തിരഞ്ഞെടുപ്പിൽ. അതായത് ഇനി അടുത്തത് കേരളം ഭരിക്കുന്നത് ആര്? ആ ചോദ്യത്തിനൊന്ന് ഇപ്പോൾ ഉത്തരം നമ്മൾ കണ്ടെത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. എന്തായിരിക്കും അവരുടെ മറുപടി എന്ന് നമുക്ക് കേട്ട് നോക്കാം. സ്ഥാനാർത്ഥികളെയൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞു എല്ലാ പാർട്ടിക്കാരും. ഇപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ കേരളം ആരായിരിക്കും ഭരിക്കുന്നത് എന്നുള്ളത്? ഇടതു മുന്നണിയായിരിക്കും. എന്തുകൊണ്ട് അങ്ങനെ തുടർ ഭരണം തന്നെ വരട്ടെ എന്നുള്ളതാണ്? കാരണം ഇത്രയും ഡെവലപ്മെൻറ്റ് നടന്ന് വേറെ ഒരു കാലമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ തുടർച്ച ഇനിയും ഉണ്ടാവണമെങ്കിൽ ഇടതു മുന്നണി എന്ന ഭരണത്തിൽ വരണം. അല്ല, ഒരു മാറ്റം വേറെ എന്തെങ്കിലും നമുക്ക് വേണ്ടേ എന്നുള്ളതാണ്. നാട് മാറണം. നാടാണല്ലോ മാറേണ്ടത്. നാട് മാറുന്നുണ്ട്. നാടിൻ്റെ മാറ്റം മുഖച്ഛായയൊക്കെ മാറുന്നുണ്ട്. അത് മാറ്റാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് തുടരുകയാണ് ഇനി വേണ്ടത്. തുടർ ഭരണമാണ് വരേണ്ടത്. എന്തായാലും വരുമെന്ന് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്ഥാനാർത്ഥികളെല്ലാം എല്ലായിടത്തും നിശ്ചയിച്ചു കഴിഞ്ഞു എല്ലാ പാർട്ടിക്കാരും. ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെയാണെങ്കിലും ഏതായിരിക്കും അല്ലെങ്കിൽ ആരായിരിക്കും അടുത്ത ഒരു ഭരണത്തിൽ വരുന്നത് എന്നുള്ളതാണ്. BJP ആണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട്. ഇപ്പോൾ ഇവർ ഇതിൽ വന്നില്ലേ, കോർപ്പറേഷനിൽ വന്നത്, അതുകൊണ്ട് വരുമെന്നുള്ളതാണ് ഉദ്ദേശം. ചേട്ടൻ്റെ ആഗ്രഹം ആർക്കാണ്? അവർ വരട്ടെ എന്നുള്ളത്, ഒരു മാറ്റം വരട്ടെ എന്നുള്ളത്. ഇടത് സർക്കാരിനാണ് മുൻതൂക്കമായിട്ട് കാണുന്നത്. എന്തുകൊണ്ടായിട്ട് അങ്ങനെ പറയാനുണ്ടാവുന്നത്? ഇതുവരെയുള്ള അനുഭവം എങ്ങനെയാണ്? അല്ല, സ്ഥാനാർത്ഥികളൊക്കെ നല്ല കരുത്തരായ സ്ഥാനാർത്ഥികളായതുകൊണ്ടാണോ അതോ? കരുത്തരായ സ്ഥാനാർത്ഥിയൊന്നുമല്ല. ഇതുവരെ ജനങ്ങൾക്ക് ഉള്ള നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു സർക്കാർ ഇടത് സർക്കാരാണ്. അപ്പോൾ വീണ്ടും എൻ്റെ ഇത്രയും കാലത്തുള്ള അനുഭവത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത മൂന്നാം തുടർ ഭരണം ഇടതിനായിരിക്കും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഉറപ്പാണ്. സ്ഥാനാർത്ഥികളെല്ലാം കരുത്തരായ സ്ഥാനാർത്ഥികൾ ആരായിരുന്നാലും ഇടത് തന്നെ ജയിക്കും. ഭരണം ഇടതുപക്ഷത്തിൽ എന്നുള്ളതാണ്. ശരി. ഇപ്പോൾ ഇതുവരെ 2 വർഷം 2 പീരീഡായിട്ട് തുടർന്ന് ഒരു പാർട്ടി ഭരിച്ചിട്ടുണ്ട്. അടുത്ത വർഷം വരുമ്പോൾ പുതിയതായിട്ട് ഇന്നൊരാൾ ഭരിക്കട്ടെ, പുതിയ ആൾ വരട്ടെ എന്നുള്ളതാണ്. ഭരിക്കണം, മാറ്റം വരട്ടെ എന്നുള്ളതാണ് അല്ലേ? അതിലും തെറ്റില്ല. തീർച്ചയായിട്ടും. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തോന്നുന്നുണ്ട്, ഒരു മാറ്റം. എല്ലാവരെ കുറിച്ച് ഞാൻ ഒന്നും പറയാനില്ല. എനിക്ക് എന്റെ കാര്യം എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്തുകൊണ്ടാണ്? ഇല്ല മാം, അത് തുടർ ഭരണമായിട്ട് വരുമ്പോൾ സംടൈം റൂളിംഗ് നമുക്ക് അഡോൾഫ് ഹിറ്റ്ലറെ പോലെയോ മുസോളിനെ പോലെയോ കഡാഫി പോലെയോ അങ്ങനെ റൂളിംഗ് ഒക്കെ വന്നാലോ എന്നൊരു പേടിയുണ്ട്. ആദ്യത്തെ 5 വർഷം നന്നായിരുന്നു. സെക്കൻഡ് ഓഫ് പാർട്ട് നോക്കുമ്പോൾ ഇച്ചിരി എനിക്ക് പേടി തോന്നുക. ഇനി അടുത്തും കൂടെ ഒരു 5 വർഷം നോക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെയാക്കുമോന്ന് അറിയത്തില്ല. എനിക്ക് അങ്ങനെയാണ്. താങ്ക് യു. ഇപ്പോൾ അടുത്ത ഇനി നമ്മുടെ കേരളം ഭരിക്കുന്നത് ആരായിരിക്കും? ഏത് പാർട്ടി ആയിരിക്കും? കേരളം ഭരിക്കണമെങ്കിൽ BJP ആണ് നല്ലത്. BJP വരട്ടെ എന്നുള്ളതാണ്. BJP വരണം. വരുമെന്ന് ഉറപ്പാണോ? ട്രൈ ചെയ്യാം നമുക്ക്. അത്രേ ഉള്ളൂ, ട്രൈ ചെയ്യാം. വരുന്നതും വരാത്തതും ഒക്കെ രണ്ടാമത് അല്ലേ? വേണ്ട. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് കണ്ടിട്ട് അതെ മനസ്സിലാക്കാനൊന്നും പറ്റുന്നില്ല. ഒരു ഐഡിയ ഇല്ല. ആര് കേരളം ഭരിക്കുന്ന യാതൊരു ഐഡിയ ഇല്ല, ഒരു ഉദ്ദേശവും ഇല്ല. കാരണം ജനങ്ങൾ ആർക്ക് എന്ത് വോട്ട് ചെയ്യുമെന്നുള്ളത് ഒരു അങ്ങനെ പ്രതീക്ഷിക്കാൻ ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം. എന്തായാലും വലിയൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരിക്കും ഇത്തവണ നടക്കുന്നത് അല്ലേ? അതിൽ സംശയമൊന്നുമില്ല. ആരായിരിക്കും വരും എന്നുള്ളത് എല്ലാവർക്കും ഒരു ആകാംക്ഷയായിട്ടിരിക്കുകയാണ്. എന്നാലും ഒരു ചെറിയൊരു ഉദ്ദേശം, 10 വർഷത്തെ ഭരണത്തിന് മാറ്റം ഉണ്ടാകും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. സാഹചര്യത്തിൽ ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും തുടർ ഭരണമായിരിക്കുമോ അതോ ഒരു പുതിയ ഭരണമായിരിക്കുമോ എന്നുള്ളത്? ഭരണം വരാനാണ് സാധ്യത. UDF അല്ലേ? മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ആൾക്കാർ. മാറ്റം ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ അവർ വളരെ വേഗത്തിലായിരുന്നു ഇടതുപക്ഷം. ഇടതുപക്ഷത്തിലും വലതുപക്ഷത്തിലും പ്രശ്നങ്ങളുണ്ടല്ലോ. ഉണ്ട്.
എന്തായാലും ഒരു മാറ്റം ഉണ്ടല്ലേ? ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിനൊക്കെ. തുടർ ഭരണമായിരിക്കും അതോ പുതിയൊരു ഭരണമായിരിക്കുമോ വരുന്നത്? പുതിയത്. എന്തുകൊണ്ടായിട്ട് അങ്ങനെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്തുകൊണ്ടാണ് ചേട്ടാ അത് പറയാൻ കാരണം? ഭരണം എന്തുകൊണ്ടായിരുന്നാലും വിലക്കയറ്റത്തിൻ്റെതും ഏത് രീതിയിലായിരുന്നാലും, പിന്നെ ഇപ്പം മെയിനായിട്ട് വന്നത് സ്വർണ്ണക്കൊള്ള, ശബരിമല കൊള്ളയുടെ. പക്ഷേ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ അവർ വളരെ മുന്നോട്ടെന്നാണ് ഒരു കാഴ്ചപ്പാടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരുടെ തീരുമാനം. നമ്മുടെ പറയുന്നത് നമ്മുടെ സ്ഥാനാർത്ഥിമാർ മികച്ചാണെന്ന് നമ്മൾ പറയുന്നു. എന്തായാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത് അല്ലേ? ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഒരു മാറ്റം ഉണ്ടാകും കേരളത്തിന്. മാറ്റം ഉണ്ടാകും. എൽ ഡി എഫ് അധികാരത്തിൽ വരും. ഉറപ്പാണ്. എന്തുകൊണ്ട് അങ്ങനെ വീണ്ടും ഒരു തുടർ ഭരണം ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാവരും? ജനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് ഒരു എതിർപ്പിന്റെ ആവശ്യമില്ല. സാധാരണക്കാർക്ക് ഇപ്പൊ ജീവിക്കണതിനൊന്നും വേറെ പ്രശ്നങ്ങളില്ല. കാലകാലങ്ങളിൽ വന്ന മാറ്റങ്ങളിനെ ആര് വന്നാലും മാറിക്കൊണ്ടിരിക്കും. വേറൊരു വലിയ കലാപങ്ങളോ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഈ വാറ്റാരായം കുടിച്ച് കണ്ണുപോവുക അങ്ങനെ മരണങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. മദ്യം കഴിച്ച ആളുകൾക്ക് അപകടങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടില്ല. വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ല. ആളുകൾ പണിയെടുത്ത് ജീവിക്കണു എന്നുള്ളൊരു അവസ്ഥയായതുകൊണ്ട് ആളുകൾക്ക് ഇപ്പം ഇനിയിപ്പോൾ UDF വന്നാലും പ്രത്യേകമൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ട് LDF തന്നെ ആൾക്കാർ ചെയ്യും. ഉറപ്പ് 100%. പിണറായിയുടെ മൂന്നാം തുടർ ഭരണത്തിനായി കാത്തിരിക്കുകയാണ്. പിണറായിയുടെ മൂന്നാം ഭരണത്തിന് കാത്തിരിക്കേണ്ട സുനിശ്ചിതമായിട്ടും മൂന്നാം ഭരണമാണ്. 100%. ഒരു മാറ്റവും ഇല്ല. അപ്പൊ എല്ലാവരും അതിൽ തന്നെയാണ്. എല്ലാവരും അത് തന്നെയാണ്. എല്ലാവർക്കും അത് തന്നെയാണ് പറയാനുള്ളത്. തുടർ ഭരണം എനിക്ക് തോന്നുന്നത് ശരിക്കും LDF കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇതാണ് സംശയം. അപ്പോൾ ആരായിരിക്കും അടുത്ത കേരളം ഭരിക്കുന്നതെന്നുള്ളത്? ഭരിക്കുന്ന അടുത്ത് നമുക്ക് നാട്ടുകാർക്ക് മൊത്തം പ്രയോജനമുള്ളൊരു പാർട്ടി വരട്ടെ. എന്നാൽ ആരായിരിക്കും എന്നുള്ളതാണ്. ആൾക്കാരെ മനസ്സിലല്ലേ വോട്ട്. അതെ, തീർച്ചയായിട്ടും UDF തന്നെയായിരിക്കും. UDF 10 വർഷത്തെ ഭരണം കൊണ്ട്. അതെ, 10 വർഷത്തെ ഭരണം വളരെ ഇതാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ശരിക്കും അങ്ങനെ വരാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ചിലപ്പോൾ മാറി വരാം, തിരിഞ്ഞു വരാം. ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണല്ലേ? ഒന്നും പറയാൻ പറ്റില്ല. ആൾക്കാരുടെ മനസ്സിലെന്താണെന്ന് പറയാം. അതെ. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കഴിഞ്ഞ 10 വർഷം കടന്നു പോയില്ല. അതെ, അപ്പോൾ അതൊക്കെ ആൾക്കാർ ഓർക്കൂല. തീർച്ചയായിട്ടും. അതിനനുസരിച്ചൊരു ഇതായിരിക്കും, ഒരു പ്രതികരണമായിരിക്കും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. എന്തായാലും ഒരു തീപാറിയ പോരാട്ടമായിരിക്കും. തീപാറിയ പോരാട്ടം തന്നെ വരണം. അതെ, നമുക്ക് നമ്മളെ കേരളം നന്നാകണ്ടേ? പിന്നെ തീർച്ചയായും അടിപൊളിയാക്കണ്ടേ, നമ്പർ 1 ആക്കണ്ടേ? അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു മാറ്റം വരട്ടെ. അത് നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. നിങ്ങളെ പോലെ ഞാനും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. കേരളം ഭരിക്കുന്ന മൂന്നാമത് അവര് വരും. തുടർ ഭരണം തന്നെയായിരിക്കും. എന്തുകൊണ്ടായിട്ട് അങ്ങനെ പറയാം? സാധാരണക്കാർക്കും ബാക്കിയുള്ളവർക്കും എല്ലാം കൂടി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പെൻഷൻകാർക്ക് പെൻഷൻ കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഇവിടെ മറ്റവർ പറയും പോലെ ഒന്നും ഒരു വൃത്തികേടുമില്ല. അവർ പിന്നെ രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നതല്ലാതെ എന്തായാലും അടുത്ത് ഇടതുപക്ഷ മുന്നണിയെ വരുള്ളൂ. കാരണം ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും അവർ വളരെ ആദ്യമേ സ്ഥാനാർത്ഥി നിർണയത്തിൽ നേരത്തെ തീരുമാനിച്ചു കഴിഞ്ഞു. അതൊക്കെ കൊണ്ട് എല്ലാം കൊണ്ടും പാർട്ടി പറയുന്നതിനപ്പുറം വേറൊരു വാക്ക് ആർക്കും ഇല്ല. തമ്മിൽ തല്ലില്ല. തമ്മിൽ തല്ലിലൊന്നുമില്ല. അതൊക്കെ കൊണ്ട് തന്നെ തുടർ ഭരണം തന്നെ എന്തായാലും കിട്ടും. ഉറപ്പായിട്ടും കേരളത്തിൽ കിട്ടും.